ഹലോ ഗൈസ്, ഞങ്ങളിന്ന് പോകണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളിങ്ങനെ വിചാരിച്ചിരുന്നു ബീച്ചിൽ പോകണം കേട്ടോ. ഇന്നിപ്പോൾ ഒരു മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് കണ്ടപ്പോൾ ഞങ്ങൾ ചെന്ന് പോകാമെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകാം കേട്ടോ. അപ്പം കുറേ ഇങ്ങനെ ബീച്ചിൽ പോകണമെന്ന് അങ്ങനെ കുറേ വിചാരിക്കുന്നു. അപ്പം മഴയൊക്കെ കാരണം കൊണ്ട് ബീച്ചിലേക്ക് അങ്ങനെ പോകാൻ സാധിച്ചില്ല. അപ്പം രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. കാണുന്നത് വിചാരിച്ച് ഇന്ന് പോകാൻ പറ്റൂല എന്നൊക്കെയാണ് വിചാരിച്ച്. എന്തോ വൈകുന്നേരം ഇപ്പം മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും മാറ്റി അങ്ങോട്ട് പോയി. അമ്മ, പിന്നെ വീടിനുള്ള താത്തയുടെ മോളെക്കുട്ടി, ഇനി ഞാനും ബേബിയും കൂടി. അങ്ങനെ ഞങ്ങൾ അത്ര 4 പേരായിട്ടാണ് പോണത്. അമ്മ ഒരു കാലം കൂടെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 2 പേർക്ക് ആ കുടയിനകത്ത് നിൽക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് വലിയ കാലം കൂടെയൊക്കെ ആയിട്ട് പോണത്. അങ്ങനെ ഇത് വീട്ടിൻ്റെ അടുത്തുള്ള താത്തയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് റോഡ് എത്താനായി. ഇതോട്ടെ ഞങ്ങളെ മെയിൻ റോഡിലേക്കുള്ള വഴി. ഈ വഴി കൂടെ വേണം നമ്മളെ വീട്ടിലേക്ക് വരാൻ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് അമ്മ മുന്നിൽ പോയി, ഞങ്ങളൊക്കെ ബാക്കിൽ നടക്കുന്നുണ്ട്. ആവുന്നില്ല, വൈകുന്നേരമൊക്കെ അതിനെ കൊണ്ട് ആ മഴയൊക്കെ ഒന്ന് പെയ്ത് പോയതിരുതുകൊണ്ട് ഇങ്ങനെ നടക്കാനൊക്കെ ഒരു മടിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ കയറി എത്തിയിട്ട് ഇവിടെ എത്തിക്ക് ഞങ്ങൾ ഇനി മേലേക്ക് പോകണോ താഴേക്ക് പോകണോ, 2 ബസ് സ്റ്റോപ്പാണ് കേട്ടോ. മേലേക്ക് പോയാലും ബസ് ഇട്ട്, താഴേക്ക് പോയാലും ബസ് ഇട്ട്. മേലേക്ക് പോവുകയാണെങ്കിൽ ഇരുന്ന് കയറാം, താഴെ ആകുമ്പോൾ ഇരുന്ന് കയറാൻ കഴിയില്ല. അപ്പോൾ ആകെപ്പാടൊരു കൺഫ്യൂഷൻ, മുകളിൽ നിന്ന് കയറണം താഴെ നിന്ന് പോകണമെന്ന്. അങ്ങനെ കൺഫ്യൂഷനായി നിന്ന് അങ്ങനെ അവസാനം ഞങ്ങൾ മുകളിലോട്ട് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളിങ്ങനെ മുകളിലോട്ട് നടന്ന് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ബസ്സൊക്കെ കിട്ടി. അപ്പോൾ സ്കൂൾ വിട്ട സമയം കൂടെ നല്ല തിരക്ക്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ LICയിൽ വന്നിറങ്ങി. അവിടുന്ന് ഞങ്ങൾ ബീച്ചിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഓട്ടോറിക്ഷയിൽ പോകാനായിച്ച്. അങ്ങനെ ഞങ്ങൾക്കൊരു ഓട്ടോ സ്റ്റാൻഡിൽ നിന്നപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞ് ഞങ്ങൾ 4 പേര് കാരണം എക്സ്ട്രാ 20 രൂപ തരണമെന്ന്. ഞങ്ങൾ എക്സ്ട്രാ 20 രൂപ കൊടുക്കാനുള്ള ഓട്ടോ ഞങ്ങൾ കയറിക്കോളാറുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ വേറെ ഓട്ടോ കിട്ടി. ഇതൊരു കറണ്ട് ഓട്ടോറിക്ഷയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ കയ്യിൽ കിട്ടി. ഞങ്ങൾ പോകണം മാനാഞ്ചിറ സ്ക്വയർ കൂടിയാണ് കേട്ടോ. കാരണം നമുക്ക് സ്ക്വയറിൻ്റെ ഭാഗമൊക്കെ കാണാം കേട്ടോ. ഇവിടെ നിന്നൊക്കെയാണ് വെള്ളം കൊണ്ടുപോകണം എന്നൊക്കെയാണ് കേട്ടറിവ്. കറക്റ്റ് എനിക്കറിയില്ല, ഒരു കേട്ടറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാനുള്ള ഇതിലാണ്. ഓട്ടോറിക്ഷക്കാർ ഇങ്ങനെ മെല്ലെ കൊണ്ട്, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ടൗണിൽ. നല്ലൊരു മഴ പെയ്ത് അങ്ങനെ ചോർന്നിരിക്കുന്ന പോലെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാവൂർ റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് മീൻസ് ഓവർ ബ്രിഡ്ജ് കയറുകയാണ് ബീച്ചിലേക്കുള്ള. എന്നാലും നല്ല ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയാണ് ബ്ലോക്കും ഉണ്ട്. ഒന്നാമത് സ്കൂൾ വിട്ട സമയവുമാണ്, അതിൻ്റെ രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളും. പിന്നെ ഈ പാലം കയറി ഇറങ്ങിയിട്ട് എത്തണമല്ലോ ബീച്ചിലേക്ക്. അപ്പോൾ ഫുള്ളും ഇത് ഇപ്പുറത്താണ് കേട്ടോ പാരഗൺ ഹോട്ടലൊക്കെ ഉള്ളത്. പിന്നെ നല്ല രസമാട്ടോ ഓവർ ബ്രിഡ്ജിൽ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ. താഴേക്ക് ഒന്ന് റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. പിന്നെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളും, പിന്നെ മറ്റേ ടാക്സ് ഓഫീസ് കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ കാണാനുണ്ട് കേട്ടോ. ഇത് കുറേ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഈ പാലം പണിയൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് പുതുക്കിയതാണ് കേട്ടോ പാലം. അതുകൊണ്ടാണ് നല്ല രസമുണ്ട് കാണാൻ. ആദ്യം എന്തോ ഒരു ഇതുപോലെ ഇന്ന പാലമൊക്കെ ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ബ്ലോക്ക് വിട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് എത്തി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് ബീച്ച് ആശുപത്രി കേട്ടോ. ബീച്ച് ആശുപത്രിയുടെ ഒരു സൈഡ് ഭാഗം കേട്ടോ കാണുന്നത്. ഇതിലെ പെട്ടെന്ന് ബീച്ചിലേക്ക്, അത് ഷോർട്ടാട്ടോ. മറ്റേത് കുറേ ചുറ്റി പോകണം. മറ്റേ കോർപ്പറേഷൻ ഓഫീസിൻ്റെ വഴിയാകുമ്പോൾ കുറച്ച് ചുറ്റി പോകണം. ഇത് ഷോർട്ടായിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക്. ആ കാണുന്ന ബീച്ച് കേട്ടോ. ബീച്ചിലേക്ക് എന്നാലും മഴയൊക്കെ ആണെങ്കിലും അവിടെ ആൾക്കാരെ കുറവൊന്നുമില്ല. ബീച്ചിൽ അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ലല്ലോ ബീച്ചിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ടല്ലോ. ബീച്ചിനുണ്ട് ഒരു പ്രത്യേക ഭംഗിയുള്ളതിനെക്കൊണ്ട് എവിടെ നിന്നായാലും ആൾക്കാർ എത്തിക്കോളും. പിന്നെ ഏകദേശം ആകാശത്ത് നോക്കിയാൽ കാണാം അവിടെ ഇവിടെയൊക്കെ മഴക്കാറായിട്ടുണ്ട്. മഴ പെയ്യില്ല എന്നൊരു വിശ്വാസത്തോടെയാണ് ഞങ്ങൾ പോയത്. മഴ പെയ്താലും കുഴപ്പമില്ല, കുട കയ്യിൽ കരുതിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വാവ കയ്യിലുള്ളതിനെ കൊണ്ടാണ്. പിന്നെ എവിടെയും പോകാറില്ലല്ലോ ഞങ്ങളുടെ ബേബി വാവ, അതിനെക്കൊണ്ട് എങ്ങോട്ടും പോകാറില്ല. അപ്പോൾ കുറേ ആയി ബീച്ചിൽ പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഉള്ളതിനെ കൊണ്ടൊരു രസമല്ലേ ബീച്ചിൽ പോകാൻ. അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലല്ലാണ്ട് വണ്ടി വേറെ എവിടെയും പാർക്ക് ചെയ്യില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വണ്ടി ഓട്ടോ സ്റ്റാൻഡിലേക്ക് വളച്ച് വെച്ച്. മഴയൊക്കെ പെയ്ത് ഫുള്ള് ചളിയാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ചളി. ആ കാണുന്ന കേട്ടോ ബീച്ച് ആശുപത്രി. പിന്നെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഓട്ടോ സ്റ്റാൻഡ് ചേട്ടൻ നിർത്തി. അങ്ങനെ ഓരോരുത്തരുടെ താഴെ ഇറങ്ങണം. അവിടെയാണ് ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്തിട്ട് ചളി പോലെയൊക്കെ ഉണ്ടാകും. അകപ്പാട് ചളിയൊക്കെ നിറഞ്ഞ് കിടക്കുകയായിരുന്നു. അങ്ങനെ താത്ത മുന്നിൽ പോയി. പിന്നെ ബാക്കിൽ ഞങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു ബീച്ച് കണ്ട സന്തോഷത്തിലാണ് ഞങ്ങളുടെ കൂടെ ഉള്ള ചെറിയ മോള് കേട്ടോ. നമുക്ക് ബീച്ചിൽ പോകാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ബീച്ചിൽ കളിക്കുക പറഞ്ഞാൽ അത്രയ്ക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ബീച്ചിൽ നോക്കിയപ്പോൾ ആ മഴ പെയ്ത് പോയതിൻ്റെ ഒരു ഇതുകൊണ്ട് ആൾക്കാർ പറ്റ കുറവൊന്നും പറയാനും കഴിയില്ല. എന്നാലും ആവശ്യത്തിന് ആൾക്കാരുണ്ട്. കടകളുണ്ട്, ഐസ്ക്രീം വിൽക്കുന്നുണ്ട് ആൾക്കാരുണ്ട്. പിന്നെ ചില കടകളൊക്കെ അടച്ചിട്ടിട്ടുണ്ട്, ചില കടകൾ തുറന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ടത്. അത് നമ്മളങ്ങനെ വാ എന്ന് പറഞ്ഞ് വിളിക്കണ പോലെയാണ് അതിനടുത്തതും. സ്മെല്ലടിച്ചിട്ട് അങ്ങനെ
ഞാനെന്താക്കി, ഞാനും മോളും താത്തകളും ഞങ്ങൾ 3 പേരും മാറി നിന്ന്, അമ്മയും ചെറിയ മോളും കൂടി വെള്ളത്തിൽ കളിക്കാൻ പോയി. അപ്പോഴും കാലംകുട അവിടെ കുത്തിയിട്ടായിട്ടുള്ളത്. കാലംകുട പോകരുതെന്ന് പറഞ്ഞിട്ട് പൂഴീൻ്റെ അകത്ത് കുത്തിവെച്ച്. പിന്നെ ഒരുപാട് പേരിങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ, കടലിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും കളിക്കാൻ പോകാമെന്ന് വെച്ച് ഇവർ രണ്ടാളും പോയി. ഞങ്ങൾ കണ്ടും മാറി. ഞങ്ങൾ വെറുതെ വെള്ളത്തിൽ കളിച്ച് ആ പൂഴിയും കൊണ്ട് വീട്ടിൽ പോകണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിന്ന് ആസ്വദിച്ച് കടൽ വെള്ളമൊക്കെ അങ്ങനെ കണ്ട്. അങ്ങനെ കുറച്ച് നേരം കൂടി അവരെ വിളിച്ചിട്ടൊന്നും അവർ വരുന്നേ ഇല്ല. അവർ വെള്ളത്തിൽ കളിച്ച് ചെറുതിനാണ് ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങൾ കളിച്ച് മതി. അപ്പോൾ ഞങ്ങൾ നല്ല ചൂടുള്ള ചായ കുടിക്കുക വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഇത്താത്തയ്ക്ക് അറിയുന്നൊരു കടയുണ്ട് അവിടെ, നല്ല ടേസ്റ്റ് ഉള്ള ചായയാണ് ആ കടയിലുള്ളത്. അങ്ങനെ ഇത്താത്ത ഞങ്ങൾ ആ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കടയിൽ നിന്ന് നല്ല ചൂട് ചായ, നല്ല ചൂട് പഴംപൊരി, അപ്പം തന്നെ ഉണ്ടാക്കിയ ചൂട് പഴംപൊരിയാണ്. ചൂട് പഴംപൊരി ഞങ്ങൾ 3 കാടമുട്ട പുഴുങ്ങി, നല്ല കാപ്പി ചായ കുടിച്ച് നല്ല ടേസ്റ്റ് വന്നപ്പോൾ അപ്പോഴാണ് അവിടുത്തെ കുറച്ച് മുന്നോട്ടാണ് ഹോട്ട് ചോക്ലേറ്റിൻ്റെ കേക്ക് ഷോപ്പ് കണ്ടത്. ഇത് ഇൻസ്റ്റയിൽ നല്ല ഫേമസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് അവിടെ വെറുതെ പോയി നോക്കി. അപ്പോൾ അവിടെ ചോക്ലേറ്റിൻ്റെ വില 80 രൂപയാണ് ഒരു ഇതിന്. അപ്പോൾ ഞങ്ങളൊന്ന് പീസ് വാങ്ങി നോക്കി, മോൾക്ക് വേണ്ടി കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളും ബീച്ച് സൈഡ് പോവുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് വാങ്ങി ട്രൈ ചെയ്യണേ, അടിപൊളിയാണ്. വില കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചേ ഉണ്ടാവുള്ളൂ, നല്ല എല്ലാവർക്കും ആസ്വദിച്ച് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ അതൊന്ന് വാങ്ങി, അതും കഴിച്ച് ഞങ്ങൾ പിന്നെ ഇങ്ങനെ സൈഡിൽ കൂടെ നടക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോയപ്പോൾ അവൾക്ക് ഉപ്പിലിട്ട വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉപ്പിലിടാൻ വാങ്ങാൻ വേണ്ടി പോയി. ഞങ്ങൾ നടന്നപ്പോൾ നമുക്ക് കുറച്ചേരം ഇരിക്കാമെന്ന് വെച്ച് ഞങ്ങൾ ആ സൈഡിൽ ഐ ലവ് കോഴിക്കോട് എഴുതിയിരുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്തേക്ക് ഞങ്ങളിങ്ങനെ നടന്ന് വന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം കൂടി അവിടെയുള്ള വ്യൂ ഒക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് ആൾക്കാർ ഫോട്ടോഷൂട്ട് പോലെ ഒരു ചെറിയ മോളെ വെച്ച് ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ മഴ ഒന്ന് ചാറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ നടക്കാനും, കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, കുറേ ആൾക്കാർ എന്താ പറയുക കടൽ കാണുന്നുണ്ട്. അങ്ങനെ എൻ്റെ കൂടെ ഉള്ള ആവിക്ക് പിന്നെയും കടലിൽ കളിക്കാൻ വേണ്ടി പോകണം എന്നൊക്കെ പറഞ്ഞ് കുറേ കരയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കടയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് വെച്ച് അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോകാം കേട്ടോ. ബസ് സ്റ്റോപ്പിലേക്ക് പോകണേ. അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന് കുറച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകണ വഴിക്ക് ഇങ്ങനെ കുറേ ഫ്ലാറ്റും കാര്യങ്ങളും കണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ചും കൂടി മുന്നേ ആദാമിൻ്റെ ചായക്കട എന്ന് പറഞ്ഞതുള്ളത്, അതിൻ്റെ അടുത്തൊരു ബ്രാഹ്മിൻസിൻ്റെ ഹോട്ടലുണ്ട്. നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെയാണ് അവിടെ ഉള്ളത്. ദോശയും ചട്നിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അധികം ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു, പക്ഷെ അടിപൊളിയാണ്. ഇത് ഈ കാണുന്നതാണ് ഈ കട, നല്ല അടിപൊളിയാട്ടോ. ഞാനൊരു വട്ടം കഴിച്ചിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ്. ഇനി ആരെയും പോകുന്നുണ്ടെങ്കിൽ അവിടെയും കൂടി ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ഫുഡാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ അല്ല കേട്ടോ നമ്മൾ പോകണം, തിരിച്ച് വേറെ വഴിക്ക് കേട്ടോ. വന്ന വഴി വേറെ, പോണ വഴി വേറെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ നമുക്ക് SMൻ്റെ ഉള്ളിലൊന്ന് പോകണം. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം ഇതുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്ന് നമുക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി. ഈ ഭാഗങ്ങളൊക്കെ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്കറിയില്ല, പഴയ കുറേ കെട്ടിടങ്ങളായിട്ട് ഫാൻസി കട, ഡ്രസ്സിൻ്റെ ഷോപ്പ്, മെഡിക്കൽ ഷോപ്പൊക്കെ ഉണ്ടായ ഭാഗങ്ങളായിരുന്നു. അതൊക്കെ പൊളിച്ചിപ്പോൾ വണ്ടി പാർക്കിങ്ങിന് ആക്കി വെച്ചിരുന്നു. മഴയൊക്കെ കയറി ചളിയൊക്കെ ആയിട്ട് ചളിപ്പിലേക്ക് കിടക്കുന്നുണ്ട് സ്ഥലം. വെള്ളം ചെറിയ രീതിയിൽ കെട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കാർക്ക് പോകാനൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും ചളിയ കാരണങ്ങളും കൊണ്ട്. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ വണ്ടി പാർക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ ആ സ്ഥലത്ത് എത്തി കേട്ടോ. ഞാൻ ഇതിന് മുന്നേ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. 30 രൂപയാണെങ്കിലും നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കഴിക്കാൻ വെച്ചിട്ട് ഞങ്ങൾ അവിടെ കയറിയതാണ്. അങ്ങനെ ഒന്നിന് 30 വെച്ച് ഞങ്ങൾ 4 പേര് വാങ്ങി. ഞങ്ങളെ കൂടെ ഉള്ള മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഐസ്ക്രീം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് വാങ്ങിയ ഉടനെ ഓൾക്ക് തന്നെ കൊടുത്തു. അതൊക്കെ ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ അവളെ നോക്കിയിട്ട് പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്. സൂപ്പർ എന്നൊക്കെയാണ് അധികം പറയാറ്. അങ്ങനെ ഞാനും ഒന്ന് കഴിച്ച്, അവളെ ഉമ്മ ഒന്ന് കഴിച്ച്, പിന്നെ എൻ്റെ അമ്മ ഒന്ന് കഴിച്ച്. മോളുണ്ട് കേട്ടോ ഞങ്ങളെ കയ്യിൽ, ഓളതാ തോളത്ത് കിടക്കുന്നുണ്ട്. നമുക്ക് പിന്നെ പുറത്ത് പോയി എല്ലാ സ്ഥലങ്ങളും കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. ഡ്രസ്സൊക്കെ മാറ്റിക്കഴിഞ്ഞ് എങ്ങോട്ടും പോകാനാണെന്ന് നോക്കാറിയാം, അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഫുള്ളൊന്ന് കറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബസ്സിന് കാത്തുനിന്നു. ഞങ്ങൾ ബസ്സിനാണല്ലോ വന്നത്. തിരിച്ച് പോകണമെങ്കിൽ ഞങ്ങൾക്ക് NJ കോട്ടേഴ്സ് വെള്ളിമാടുകുന്ന് ബസ് കിട്ടണം. വെള്ളിമാടുകുന്ന് കിട്ടിയിട്ട് കാര്യമില്ല, മൂഴിക്കൽ ബസ്സാണ്. ഞങ്ങളങ്ങനെ രാത്രി ഒരു കുറേ നേരം ബസ്സിന് കാത്തുനിന്ന്, ഒരു ബസ്സും കിട്ടിയില്ല. മുകളിലേക്ക് നോക്കണ്ട, കാക്കകളെ സെൻറ്ററാണ്. മേലെങ്ങാനും കാക്ക കാഷ്ടിച്ചാൽ പോയല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്ക നേരെ വന്ന് എൻ്റെ മുടിയിൽ കാഷ്ടിച്ച്. എൻ്റെ പൊന്നോ, ഞാൻ കഷ്ടപ്പെട്ടു പോയി ക്ലീൻ ചെയ്തിട്ട് മണമാണ് സഹിക്കാൻ. വേഗം ഒന്ന് ബസ് വന്ന് വീട്ടിലെത്തിയാൽ മതിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ നേരം നിന്ന് മതി, ഒരു ബസ്സും കിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ KSRTC ബസ് കിട്ടി, താമരശ്ശേരി ബസ് കിട്ടി, വീട്ടിൽ ചെന്ന് സുഖമായി.